ഞാൻ ഇന്നിവിടെ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പിന്നെ നട്ട്സ് ഇല്ല, അതുകൊണ്ട് നട്ട്സിന് പകരം ഞാൻ കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉണക്കമുന്തിരിങ്ങ, 1 കപ്പ് റവ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു കടായിയാണ് അടുപ്പിൽ വെച്ചേക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 1 സ്പൂൺ നെയ്യ്. നെയ്യില്ലെങ്കിൽ അതിന് പകരം എണ്ണ ആയാലും മതി. നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കടുക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. പച്ചമുളക്. നെയ്യില്ലെങ്കിൽ എണ്ണ മാത്രം 3 സ്പൂണെങ്കിലും ഒഴിക്കണം. സവാള. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് കൂടുതലിട്ടാലും അത് ഗുണമുള്ളതാണല്ലോ. എനിക്ക് ഉപ്പ് കൈ അളവാണ് ഞാൻ ഇടുന്നത്. സ്പൂൺ കൊണ്ട് ഇടാറുണ്ട്, പക്ഷേ അത് കറക്റ്റ് ആവില്ല. ഞാൻ കൈ അളവിനിട്ടത് ഇടുന്നത് പിന്നെ എനിക്ക് രണ്ടാമത് മിക്കവാറും ഇടേണ്ടി വരില്ല. കറക്റ്റ് അളവായിരിക്കും. ചെറിയ സിമ്മിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അയ്യോ, ഞാൻ ഈ വെള്ളം അളന്നൊഴിച്ച സമയത്ത് ഇതായിപ്പോൾ ഈ കപ്പിന് നമ്മൾ റവ അളന്ന് വെച്ച കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതിനെ തിളപ്പിക്കാം. അപ്പോൾ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി. അതായത് നമ്മൾ റവ അളന്ന് വെച്ച കപ്പാണ് ഇത്. അപ്പോൾ ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം. ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ നല്ല തിളയ്ക്കുന്നത് വരെ വെച്ചേക്കാം. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ സ്റ്റാർട്ടിങ് ആണ് ഇത് യൂട്യൂബിലോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കൊക്കെ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നു പോണത്. അതിന് നിങ്ങൾ ക്ഷമിക്കണം. തുടക്കക്കാരെന്നുള്ള നിലയിൽ നമ്മളെ വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് കുറേശ്ശെ നമ്മൾ ഈ റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഒരുമിച്ച് തട്ടാനേ പാടില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ട് വേവിലിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി തീ കൂട്ടി വെച്ച് കൊടുക്കണം. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കൊടുത്ത് നമ്മൾ ഈ റവ ഇടുന്ന സമയത്ത് മാത്രം ഇത്തിരി ഒന്ന് സിമ്മാക്കിയാൽ മതി. അതിന് ശേഷം തീ കൂട്ടി വെച്ച് കൊടുക്കണം. കിണ്ടുമ്പോൾ ഈ സ്പൂണിലൊക്കെ ഇങ്ങനെ ഇരിക്കും, അതിന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക് തീ കുറച്ചിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേകട്ടെ. ചീനച്ചട്ടിയിൽ ശകലം നെയ്യ് മതി. നട്ട്സ് ഉണ്ടായിരുന്ന നട്ട്സാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇനി ഉപ്പുമാവിലോട്ട് ചേർക്കാം. തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പുമാവ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ്. ഇനി ഇതിൽ നമുക്ക് ഇത് ചേർക്കാം. നമുക്ക് വറുത്ത് വെച്ച ഇങ്ങനെ മുന്തിരിങ്ങയും ഇതെല്ലാം കൂടെ ഇതിലോട്ടാണ് ചേർക്കുക. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മല്ലിയില ഇടണമെന്നില്ല. പിന്നെ ചിലർക്ക് തേങ്ങ ചേർക്കണ ഇഷ്ടമായിരിക്കും. തേങ്ങ കൂടെ ചേർത്താലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങയും ഇതേപോലെ ഈ അവസാനം സമയത്ത് തേങ്ങ ചേർത്താൽ മതി. അത് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.